എടുക്കാൻ വേണ്ടി എവിടെ കിടക്കുന്നത് അതുപോലെ ബെറ്റിൻ്റെ അടിയിൽ കിടക്കുന്നത് ഇതിൻ്റെ ടീപ്പോയുടെ അടിയിലാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആ മുകളിലാണ് ഇത് മടക്കി വെച്ചിരിക്കുന്നത്. കേരള മനസാക്ഷിയെ ഒന്നാകെ ഞെട്ടിച്ച, കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പോലും പ്രയാസം തോന്നുന്ന ഒരു സംഭവ കഥയാണിത്. 10 മാസം ഒരു കുഞ്ഞിന് ഉദരത്തിൽ പേറുമ്പോൾ ഒരു അമ്മ അനുഭവിക്കുന്ന മാറ്റങ്ങൾ ചെറുതല്ല. ഒരു വീട്ടിൽ ഒന്നിച്ചു കഴിയുന്നവർ, പ്രത്യേകിച്ച് ഒരേ മുറിയിൽ ഒന്നിച്ച് കിടന്നുറങ്ങുന്ന ഭർത്താവ് അതറിയാതിരിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. എന്നാൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയത്തിൽ സംഭവിച്ചത് അതാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തെ ഒന്നാകെ നടുക്കിയ ഒരു സംഭവത്തെക്കുറിച്ചാണ്. 21 വയസ്സുകാരിയായ ഷംന എന്ന യുവതി കൂടെ കിടന്ന ഭർത്താവ് പോലും അറിയാതെ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ജനിച്ചയുടനെ ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. എന്താണ് ആ വീടിനുള്ളിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഒരു ഭർത്താവിന് എങ്ങനെ ഇത് അറിയാതെ പോയി? വീഡിയോ മുഴുവനായും കാണുക. ഷംനയും ഭർത്താവ് അൽത്താഫും അൽത്താഫിൻ്റെ മാതാപിതാക്കളുമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. അവർക്ക് 1.25 വയസ്സുള്ള ഒരു കുഞ്ഞും കൂടിയുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ സാധാരണമായ ഒരു കുടുംബം. ആ സംഭവ ദിവസം രാവിലെ ഷംനയ്ക്ക് കടുത്ത രക്തസ്രാവം ഉണ്ടാകുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് വീട്ടുകാർക്ക് മനസ്സിലായില്ല. രക്തസ്രാവം കൂടിയതോടെ ഷംനയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായി ഭർത്താവിൻ്റെ അച്ഛൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു വരുത്തി. ആശുപത്രിയിൽ പോകാൻ ഇറങ്ങുമ്പോഴാണ് ഷംന കാലിൽ ചെരുപ്പ് ഇട്ടിട്ടില്ല എന്ന് ഭർത്തൃപിതാവ് ശ്രദ്ധിക്കുന്നത്. ചെരുപ്പ് എടുക്കാനായി അദ്ദേഹം ഷംനയുടെ മുറിയിലേക്ക് കയറി. കട്ടിലിനടിയിൽ നിന്ന് ആ ചെരുപ്പ് എടുക്കാൻ കുനിഞ്ഞ അദ്ദേഹം കണ്ടത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു കാഴ്ചയായിരുന്നു. ഒരു ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ നിലയിൽ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു നവജാത ശിശുവിൻ്റെ മൃതദേഹം കട്ടിലിനടിയിൽ ഇരിക്കുന്നു. ഏകദേശം 3 കിലോയോളം ഭാരമുള്ള ഒരു ആൺകുഞ്ഞ്. നെഞ്ചു തടിച്ച് നിലവിളിച്ചുകൊണ്ട് ആ അച്ഛൻ ചോദിച്ചു, എവിടുത്തെ പിള്ളയാണിതെന്ന്. അപ്പോഴാണ് അവർ ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയുന്നത്. നിമിഷങ്ങൾക്ക് മുമ്പ് ആ മുറിക്കുള്ളിൽ വെച്ച് ഷംന പ്രസവിച്ച സ്വന്തം കുഞ്ഞായിരുന്നു അത്. ഇവിടെയാണ് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നത്. പോലീസിൻ്റെ നിഗമനം അനുസരിച്ച് അന്ന് രാവിലെ 7:15 ഷംന പ്രസവിച്ചത്. ആ വീട്ടിൽ 6 പേരുണ്ടായിരുന്നു. ഒരൊറ്റ ശബ്ദം പോലും, ഒരു കുഞ്ഞിൻ്റെ ഒരു കരച്ചിൽ പോലും ആരും കേട്ടിരുന്നില്ല. പ്രസവവേദനയുടെ യാതൊരു ലക്ഷണവും തലേദിവസം പോലും അവൾ കാണിച്ചിരുന്നില്ല എന്ന് ഭർത്തൃപിതാവ് പറയുന്നു. തലേദിവസം വീട് മുഴുവൻ അടിച്ചുവാരി വൃത്തിയാക്കിയതും ഷംനയായിരുന്നു. എന്നാൽ ഇതിലേറ്റവും ദുരൂഹമായ കാര്യം ഷംനയുടെ ഗർഭവിവരം ഭർത്താവ് അൽത്താഫ് അറിഞ്ഞിരുന്നില്ല എന്നതാണ്. ഇത് പോലീസിനെ പോലും കുഴുക്കി. സ്വന്തം ഭാര്യ പൂർണ്ണ ഗർഭിണിയാണെന്ന സത്യം ഒരു ഭർത്താവ് എങ്ങനെ അറിയാതെ പോകും? ഷംനയുടെ ബന്ധുക്കളും ഈ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. 9 മാസമായി ആ കുഞ്ഞിൻ്റെ വളർച്ചയും ചലനങ്ങളും ആരും അറിയാതിരിക്കുക എന്നത് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണെന്ന് അവർ പറയുന്നു. എന്നാൽ അൽത്താഫിനോ വീട്ടുകാർക്കോ ഇതിൽ പങ്കില്ലെന്നും കുറ്റമെല്ലാം ഷംന പോലീസിനോട് ഏറ്റുപറഞ്ഞു എന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തിനായിരിക്കും ഒരമ്മ താൻ ഒന്ന് പ്രസവിച്ച കുഞ്ഞിനെ ഇല്ലാതാക്കിയത്? ഷംന പോലീസിനോട് പറഞ്ഞ കാരണം ഇതായിരുന്നു. എനിക്ക് 1.25 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനൊപ്പം ഈ കുഞ്ഞിനെയും കൂടി നോക്കാൻ എനിക്ക് കഴിയില്ല. അതിനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഈ വിവരം ഭർത്താവിനെ പോലും അറിയിക്കാതെ ഞാൻ രഹസ്യമായി വെച്ചത്. ഭർത്തൃ വീട്ടുകാരും പറയുന്നത് ഇങ്ങനെയാണ്. ഷംനയ്ക്ക് കുട്ടികളെ നോക്കാൻ യാതൊരു താല്പര്യവുമില്ലായിരുന്നു. ആദ്യത്തെ കുഞ്ഞിനെ പോലും അവൾ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്ന് അവർ ആരോപിക്കുന്നു. ഇതൊരു മാനസിക പ്രശ്നമാണോ അതോ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലുള്ള അവസ്ഥകളാണോ എന്ന് വ്യക്തമല്ല. എന്തായാലും ഒന്നിനൊരു കുറവും വരുത്താതെ നോക്കി സ്വന്തം കുടുംബത്തോട് ഷംനയായി കാണിച്ച കൊടുഞ്ഞതി അവർക്ക് ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല. ഒരു നിമിഷത്തെ ചിന്താഗതിയിലോ ഭയത്തിലോ എടുത്ത തീരുമാനമാകാം. പക്ഷേ ഭൂമിയിലേക്ക് കണ്ണു തുറന്ന് നോക്കാൻ പോലും സമയം കിട്ടാതെ സ്വന്തം അമ്മയുടെ കൈകളാൽ ജീവൻ വെടിയേണ്ടി വന്ന ആ പിഞ്ചു കുഞ്ഞിൻ്റെ വിധി ഓർക്കുമ്പോൾ ആരുടെ നെഞ്ചെന്ന് പിടയും? സത്യത്തിൽ ഈ വിഷയത്തിൽ ഭർത്താവ് ഒന്നും അറിഞ്ഞിട്ടുണ്ടാകില്ലേ? അതോ ഭർത്താവിനെ ഭയന്നിട്ടാണോ ഷംന ഈ കടുങ്കൈ ചെയ്തത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്കും വാർത്തകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.